ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്കിന്ന് വീഡിയോ റീഡ് ചെയ്യാൻ പോകുന്നത് ഫുൾ മൂണാണ്. ഫുൾ മൂൺ മെസ്സേജസ് നോക്കാം, അല്ലെങ്കിൽ ഫുൾ മൂൺ നിങ്ങളോട് പറയുന്ന ചേഞ്ചസ് എന്താണ്, നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യത്തിലേക്ക് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളൊന്നുകൂടി ഫോക്കസ് ചെയ്യണം, ഇത് ക്ലിയർ ചെയ്യൂ എന്നൊക്കെ മെസ്സേജസ് തരാറുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഫുൾ മൂൺ പവർഫുള്ളാണ്, കാരണം നമ്മുടെ കൊല്ലം എന്താവാനായല്ലോ. ഓക്കെ, ഇനി ഒരു ഫുൾ മൂണും കൂടി ഉണ്ടാവുമെന്ന് തോന്നുന്നു, ഒരു ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ. അതോടെ നമ്മുടെ 2024 എന്തായി, 8 ഇൻഫിനിറ്റി, അല്ലെങ്കിൽ എന്ത് പറയാം, നമ്മുടെ കർമ്മ സൈക്കിൾസ് എന്താവുകയാണ് അവിടെ അല്ലേ. അതിൻ്റെ ശേഷം അതിനർത്ഥം പിന്നെ നിങ്ങൾക്ക് കർമ്മ ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ ഈ ഒരു ഇയർ അത്യാവശ്യം കർമ്മ ഇയർ ആയതുകൊണ്ടും സാറ്റേണിൻ്റെ ഇയർ ആയതുകൊണ്ടും അത്യാവശ്യം നിങ്ങൾക്ക് ഹീൽ ചെയ്ത് തരാൻ ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മൂണോളജി കാർഡ്സ് എടുക്കാം, കൂടെ നമ്മുടെ ടാരോയും കൂടി ഉണ്ട്. ആദ്യം ടാരോ എടുക്കാം, ഒരു 3-4 കാർഡ്സ്. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്. ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്താണ് മീൻസ് മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോൾ ഇന്ന് എടുത്തപ്പോൾ 369 കോമ്പിനേഷൻ ടെസ്ല കോഡാണ് കാണുന്നത്. ശരിക്കും അത് ഡിവൈൻ നമ്പറാണെന്ന് പറയാം. 369 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ നമ്പറാണ്. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, ടാരോൻ്റെ ഡോക്ടർ ശ്രീ 1111 തന്നെയാണ്. അതിൽ ഇന്ന് ലൈവിൽ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ മീനിങ്സും കോമ്പിനേഷൻസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് എൻ്റെ ആ ഒരു ചാനലും കൂടി കാണുക കേട്ടോ, ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ. അതിൽ കുറേ ഇൻഫോർമേഷൻസ് ഞാൻ സ്റ്റോറി ആയിട്ടൊക്കെ ഇടാറുണ്ട്. കാരണം യൂട്യൂബിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, കാണുന്നതെല്ലാം കൊണ്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, കോപ്പി റൈറ്റ് വരുന്നത് കൊണ്ട്. അപ്പോൾ കുറേ ഇൻഫോർമേഷൻസ്, കർമ്മ, ഹീലിങ്ങിനെ കുറിച്ചിട്ടും ഇന്നർ വർക്ക്സൊക്കെ ഞാൻ അതിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവർ എൻ്റെ ആ ഒരു ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഡോക്ടർ ശ്രീ 1111 അടിച്ച് തന്നെ വരും നമ്മുടെ ചാനൽ കേട്ടോ, പബ്ലിക് പേജാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ് എന്താണ് ഇന്ന് കാണുന്ന വീഡിയോ കാണുന്നവർക്ക്, പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഴയവർക്ക് എന്ത് മെസ്സേജസ് ആണ് ഈ ഫുൾ മൂണിൽ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാൻസ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മദർ ഇൻ ലോ അല്ലെങ്കിൽ മദർ റിലേറ്റഡ് ആയിട്ടുള്ള എനർജി ഇപ്പോൾ ഇന്നലെയും വന്നല്ലോ ഈ മദർ വൂൺസ്. അത് നമുക്ക് ഓർമ്മിപ്പിക്കുന്നതായിട്ട് യൂണിവേഴ്സ് ഓരോ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മെസ്സേജ്, എങ്ങനെയാണ് മദർ വൂൺസ് ഹീൽ ചെയ്യുക. നമുക്ക് അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ പെയിൻ അല്ലെങ്കിൽ വേദനകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇമോഷൻസ് ആണോ ചെറുതിൽ അമ്മമാർ ചിലപ്പോൾ ഭയങ്കര ബിസി ആവുന്ന സമയത്ത് നമ്മളെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന ചൈൽഡിൽ മുറിവുകൾ ഏൽപ്പിച്ചു. ഈ മുറിവുകൾ ഏൽപ്പിച്ചത് അവിടെ എടുക്കുകയാണ്. നമ്മൾ വയസ്സ് ഏറും തോറും ആ മുറിവുകൾ വലുതായി വരികയാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് മാറിയിട്ടില്ലെങ്കിൽ എന്താണ്, നമ്മളുടെ മാരേജ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മദർ വൂൺസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിനോടുള്ള പെരുമാറ്റങ്ങളൊക്കെ മാറ്റങ്ങൾ വരും. നല്ല രീതിയിൽ അവർക്ക് നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കില്ല. മദർ വൂൺസൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രീറ്റ് ചെയ്യാൻ അറിയാതെ വരും. നിങ്ങൾക്ക് ഫെമിനിൻ എനർജീനെ ട്രീറ്റ് ചെയ്യാൻ അറിയാതെ വരും. അവരെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ലവ് കുറഞ്ഞല്ലോ, സെൽഫ് ലവ് ഇല്ല, ഈ മുറിവുകളാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ ക്യൂൻ ഓഫ് വാൻസ് ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തുണ്ട്, മദർ വൂൺസ് ഉണ്ട്, അത് റിവേഴ്സ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് മേ ബി ബ്ലാക്ക് മാജിക് എനർജീസോ നിങ്ങളുടെ അമ്മയ്ക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ പറയാൻ സാധിക്കില്ല. ആ ഒരു എനർജിയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു കറുത്ത പൂച്ച, കരിമ്പൂച്ച എന്ന് കറുപ്പ് എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഒരു ബാഡാണ്, നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ ലോ എനർജീന്ന് അങ്ങനെ പറയാം. നെഗറ്റീവ് എടുക്കാൻ ആഗ്രഹിക്കാത്ത ലോ എനർജിന്ന് എടുക്കാം. ക്യൂൻ ഓഫ് വാൻസ് ആണ് ഫയർ എനർജി. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലൊരു ഷോർട്ട് ഹെയർ ഉള്ള ഒരു ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ വളർച്ചയ്ക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ കൂടെയാണ് പറയുന്നത്. കൂടെ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ റിവേഴ്സ് വന്നിട്ട് ഇങ്ങനെയും പറയാം, ഡിവൈനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പം അവരുടെ എനർജി, നിങ്ങളിലേക്ക് സെൻഡ് ചെയ്യുന്ന എനർജിയുടെ തൂക്കം കുറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് ശ്രദ്ധിക്കുക, അവരുടെ ഇടപഴകുമ്പോൾ ശ്രദ്ധിച്ച് ബൗണ്ടറി വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് 3 years olds മേ ബി നിങ്ങളുടെ മദർ ഇൻ ലോ ഒക്കെ ആവാനും, അല്ലെങ്കിൽ 3 years olds റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ ചേച്ചിമാരോ സിസ്റ്റർ ഇൻ ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കസിൻസ്, ഏതെങ്കിലും സ്ത്രീകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇടപെട്ട് നിങ്ങളെ കൊളാക്കിയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ ഈ ഒരു കാർഡ് പറയുന്നുണ്ട് ക്യൂൻ ഓഫ് വാൻസിൻ്റെ. അപ്പോൾ മൂണോളജി അല്ലെങ്കിൽ ഫുൾ മൂൺ പറയുന്നത് ഇന്ന് നിങ്ങൾ മൂൺ, ഈ ഒരു മദർ വൂം സാക്രലൊക്കെ ഒന്ന് ഹീൽ ചെയ്യൂ. നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഹീലിംഗ് എടുക്കുക. ഹീലിംഗ് എടുക്കുന്നത് ഒരു ദോഷവും നിങ്ങൾക്ക് വരില്ല. എപ്പോഴും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജീസിനെ ഒരു ഹീലർക്ക് മാറ്റി തന്നെ നിങ്ങളെ പ്യുവർ എനർജി ആക്കാൻ പറ്റും. അങ്ങനെ പ്യുവർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നെഗറ്റിവിറ്റി മാറി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻസ് ചെയ്ത് പെട്ടെന്ന് നടക്കും. ഇല്ലെങ്കിൽ ഈ ബ്ലോക്സ് നിൽക്കും.
ഇവിടെ ഞാൻ അഡ്വാൻസ്ഡ് ഹോപ്പനപ്പന ടെക്നിക്സ് പഠിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ഹോപ്പനപ്പന അറിയാം എങ്ങനെയാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു അല്ലല്ലോ. പക്ഷെ അതിൽ നമ്മുടെ നമുക്ക് ചിലവർക്ക് ഓരോരുത്തരോട് ദേഷ്യം ഉണ്ടായിരിക്കും. നമ്മളെ ചിലപ്പോൾ അമ്മായിമ്മമാരെ തന്നെ എടുക്കുക. ഇപ്പോൾ മദർ ഇൻ ലോ കേസാണ് അല്ലേ, കൊല്ലങ്ങളായിട്ട് അവർ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻ ഉണ്ടായിരിക്കും. അഡ്വാൻസ് ഹോപ്പനപ്പന ടെക്നിക്സിലൂടെ നമ്മൾക്ക് ആ ഒരു സംഭവത്തിന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണ്. നിങ്ങൾക്ക് ഇമോഷണൽ ചാർട്ട്, അതുപോലെ അതിൻ്റെ കുറച്ച് അഡ്വാൻസ് ടെക്നോളജി ഉണ്ട്, മീൻസ് കുറച്ച് കാര്യങ്ങളുണ്ട് ഹീൽ ചെയ്യാൻ. അത് നിങ്ങളെക്കൊണ്ട് തന്നെ സ്വയം ഇരുന്ന് ചെയ്യിപ്പിക്കും. മെർക്കുറി റിട്രോഗ്രേഡിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീഡിയോ ഓഫായി പോവുക ചെയ്തത്. ഓക്കെ, അഗെയിൻ ഞാൻ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ കാണുന്ന നമ്പർ 4, 4, 10, 5. ഈ 10, 5 ഒക്കെ പറയുന്നത് എന്താണ്? 1, 0 കോമ്പിനേഷൻ പറയുമ്പോൾ പറയുന്നത് 1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യേഷൻ, അല്ലെങ്കിൽ നമ്മളുടെ മാസ്റ്റർ നമ്പറാണ്. നമുക്ക് 0 എന്ന് പറഞ്ഞാൽ പവർ, സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കുകയാണ്. അതല്ല 10 നമ്പർ, 10 നമ്പർ കാണുമ്പോൾ മനസ്സിലാക്കണം, യു ഹാവ് എ കർമ്മ, അത് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ഇനി നിൻ്റെ കയ്യിലുണ്ടാവുന്ന പവർ ആൻഡ് സ്ട്രെങ്ത് അത് യൂസ് ചെയ്യൂ, അതിൻ്റെ മെരിക്കുക. ദാറ്റ് മീൻസ് അതിൻ്റെ കംപ്ലീറ്റ് ഫുൾ പൊട്ടൻഷ്യൽ കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഇനീഷ്യേറ്റ് ചെയ്യൂ. 5 ഉണ്ട്, കെയോസ്. മേ ബി നിങ്ങൾ ഭയങ്കര കെയോസ് ഉദ്ദേശിക്കുന്നത് അത്രയും പ്രോബ്ലംസിൽ, അല്ലെങ്കിൽ അത്രയും ചലഞ്ചസ്, അത്രയും ഒരു ചെകുത്താൻ്റെയും കടലിൽ നടുക്കിൽ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. നമ്മളോട് പറയുന്നത് വേണ്ടാത്ത എനർജി, വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ അപ്പോൾ കട്ട് ഓഫ് ചെയ്യും. ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവരോട് വെക്കേണ്ട. ബിക്കോസ് നമുക്ക് സെൽഫ് ലവ് ആണ് വലുത്. കാരണം ഈ ഒരു ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് കുറേ രീതിയിൽ ട്രിഗേഴ്സ് വരുന്നത് നോക്കൂ. ഈ ഫൈറ്റാണ് 10 ഓഫ് കപ്സ്, 4 ഓഫ് സോഡ്സ് ആൻഡ് 5 ഓഫ് വാൻസ്. ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് ഈ ഒരു വീഡിയോ കാണുന്നവർക്കുണ്ട്. ക്യാമറ തട്ടി ഉണ്ടെങ്കിൽ നിങ്ങളത് അറ്റാച്ച്മെൻറ്റ് ഒന്നിനോടും പാടില്ല. അറ്റാച്ച്മെൻറ്റ് വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അവിടെ ഒരു അഡിക്ഷൻ സംഭവം വരും. എല്ലാവരോടും കണക്ട് ചെയ്യുക, എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, പക്ഷെ ഓവറായിട്ട് ഒന്നിനോട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക. നിങ്ങൾ കൂടുതൽ അറ്റാച്ച് ആവുന്നത് നിങ്ങളുടെ സോളിനോട്. അപ്പോഴാണ് നിങ്ങളുടെ സോൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുള്ളൂ. കണ്ടോ, 4 ഓഫ് സോഡ്സ്, ഇറ്റ്സ് യുവർ ഹീലിംഗ് പീരീഡ്. എത്ര പ്രാവശ്യം കാർഡ്സ് പറയുന്നു ഹീലിംഗ് പീരീഡ്? എത്ര പേര് ഹീൽ ചെയ്യുന്നുണ്ട്? എത്ര പേര് കേട്ടിട്ട് പിന്നെയും ഡിസ്റ്റോർട്ടഡ് എനർജി കൂടുതലായിട്ട് ആഗിരണം ചെയ്യുന്നുണ്ട്? സോ നോക്കൂ, 10 ഓഫ് കപ്സ് അത്രയും ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ഫാമിലി ലൈഫ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള വൂൺസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ആ ട്രോമ നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പി ലൈഫ് എൻജോയ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, വിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് കാണുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ നോക്കൂ, 3 ഓഫ് സോഡ്സ്, ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻസ്, ബ്രേക്കപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ പെട്ടെന്ന് വിട്ട് പിരിഞ്ഞ് പോവുക, മരണമായിരിക്കാം, ഡെത്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിലേക്ക് അവർ പോയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പെയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൂൺ പറയുന്നത്, അല്ലെങ്കിൽ ഫുൾ മൂൺ പറയുന്നത്, നിങ്ങളോട് ഹാർട്ട് ചക്ര നന്നായിട്ട് ഹീൽ ചെയ്യുക. മദർ വൂൺസ്, എനിക്കൊരു മദർ വൂൺസ് എംപറർ കാർഡും കൂടി ഉണ്ട്. മദർ ആൻഡ് ഫാദർ ആൻഡ് യുവർ റിലേഷൻഷിപ്പ് വൂൺസ് അത് ഹീൽ ചെയ്യുക. പിന്നെ ഫാമിലി ആയിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ, കോഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ കോഡിപ്പെൻഡൻസി കുറയ്ക്കുക. ഒന്നിനോട് കോഡിപ്പെൻഡൻറ്റ് ആവരുത്. ചിലവരെ എനിക്കും റീഡിങ് എടുത്തു പോയി പിന്നെ ഓരോ ചേച്ചി ഞാൻ ഇത് ചെയ്യാട്ടെ, ഇത് ശരിയാവുള്ളൂ, ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും, ചേച്ചി ഞാൻ സ്റ്റഡ് അടിക്കുക, ഏത് സ്ഥലത്ത് ഞാൻ സ്റ്റഡ് അടിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ആസ് എ ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാം, കാർട്ടിലേജ് കുറവുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. പെയിൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുരുക്കളൊന്നും വരില്ല. കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ സ്കിന്ന് കൂടുതലും എല്ലില്ലാത്ത ഭാഗം, മുകളിലേക്ക് പോകുന്നത് കാർട്ടിലേജസ് ഉണ്ടാവും. അപ്പോൾ ചിലവർക്ക് അവിടെ സ്റ്റഡൊക്കെ അടിക്കുമ്പോൾ കുരുക്കളൊക്കെ വരാൻ പറയാറുണ്ട്. അപ്പോൾ ചിലവരുടെ സ്കിൻ അനുസരിച്ച് നിങ്ങളുടെ അതനുസരിച്ചിട്ടാണ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ സ്വയം തന്നെ ഇൻറ്റ്യൂട്ടീവിൽ ചെയ്യുക. ഒരു ഡിപ്പെൻഡൻസി മാറ്റുക. കോഡിപ്പെൻഡൻസി നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഫാമിലിയുമായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇനി നമുക്ക് മൂണോളജി കാർഡ്സ് എടുക്കാം. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽ. ഇവർ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡായിട്ട് കാണിക്കും. ഫാമിലി വൂൺസ് നന്നായിട്ടുണ്ട്. ബോട്ടം കാണിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ് കേട്ടോ. നല്ല രീതിയിലൊരു പെയിൻ ഉണ്ട് നിങ്ങളുടെ. ആ ഒരു പെയിൻ റൂട്ടോടെ അത് കളഞ്ഞില്ലെങ്കിൽ അതിങ്ങനെ വൃക്ഷമായിട്ട് പടർന്നു വരും. പിന്നെ നിങ്ങളുടെ ലൈഫിൽ പിന്നെ അത്രയും വലുതായി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കേണ്ടി വരും അത് ഹീൽ ചെയ്തെടുക്കാൻ. ഓക്കെ, സോ നിങ്ങൾക്ക് വരുന്ന കാർഡ് നോക്കാം. ആൻഡ് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ, സൂപ്പർ മൂൺ. അതെ, കറക്റ്റാണ്. 5 ഓഫ് സോഡ്സും 5 ഓഫ് കപ്സും 3 ഓഫ് സോഡ്സും നിങ്ങൾക്ക് വളരെ രീതിയിലുള്ള പെയിൻഫുൾ സിറ്റുവേഷൻസ്, ഒരു മനസ്സമാധാനമില്ലാത്ത സിറ്റുവേഷൻസ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നും നിങ്ങൾ നിങ്ങളോട് ഒരു 5-10 മിനിറ്റ് സംസാരിക്കുക. ഞാൻ സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്ന് വിഷമം വന്ന് എന്തിനാണ് വിഷമിച്ചത്, എന്തിനാണ് നീ അവരെ ടേക്ക് കെയർ ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് നീ നിൻ്റെ ഇമോഷൻസ് മീൻസ് നിന്നേക്കാൾ വാല്യൂ എന്തിനാണ് കൊടുത്തത്. അപ്പോൾ എനിക്കൊരു ഇഷ്ടമുള്ളത് കൊണ്ട് എന്തിനാണ് ഓവറായിട്ട് ഇഷ്ടപ്പെട്ടത്, നീ നിന്നെ സെൽഫ് ലവ് ചെയ്തിരുന്നു, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ ബോധം വരും.
ഈ ഒരു കാർഡ്, ഇതിൽ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ മാർക്കുള്ള ക്വസ്റ്റ്യൻ മീൻസ് ഒരു വേർഡ്. മറ്റേതൊക്കെ നമുക്ക് ഗൈഡൻസസ് തന്നെ. ഇതും ഗൈഡൻസസ് തന്നെയാണ്. വാർണിംഗ് മൂൺ, വാട്ട് ഡു യു നീഡ് ടു റിലീസ്. കുറേ പേര് ഇപ്പോഴും റിലീസ് ചെയ്യാതെ പിടിച്ചു വെക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. റിലീസ് ചെയ്യുക, കൊടുക്കേണ്ടത് കൊടുക്കുക. വേണ്ടാത്ത എനർജീസ്, വേണ്ടാത്ത ഇമോഷൻസ്, വേണ്ടാത്ത വൂൺസ്, ട്രോമാസ്, ഇതൊക്കെ റിലീസ് ചെയ്ത് കളയുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലൂപ്പിൽ തന്നെ പോവാം, ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. നെക്സ്റ്റ് കാർഡ്, ടൈം ടു ഗീവ് റേദർ ദാൻ ടേക്ക്. കണ്ടോ, എടുത്തു ഒന്ന് കൊടുക്കൂ. നിങ്ങളോട് പറയാൻ നിങ്ങൾ കുറേ എടുക്കുന്നുണ്ട്, നിങ്ങളൊന്നും കൊടുക്കുന്നില്ല. ചാരിറ്റി ചെയ്യുക, അല്ലെങ്കിൽ വേണ്ടാത്ത എനർജീസ് റിലീസ് ആൻഡ് റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ എന്നും ഒരു വേർഡ് അത് പറയാം കേട്ടോ. ഫാസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കരുത്. കുറേ പേര് പാസ്റ്റിൽ തന്നെയാണ്, സൗത്തിനോട് എപ്പോഴും പാസ്റ്റിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് പേഴ്സണെ പിടിച്ചിരിക്കുന്നുണ്ട്. റിലീസ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഭയങ്കര സേഫാണ് എന്ന് പറയുന്നു. അതാലോചിച്ച് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ പോകണ്ടെന്നായിരിക്കും യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഒരു കാർഡും കൂടിയും പറയാം. ക്ലൈമാക്സ് അപ്രോച്ചസ് ആവുന്നുണ്ട്. ഓൾറെഡി റിട്രോഗ്രേഡ്സ് ഒക്കെ എൻഡ് ആവുകയാണ്. ആൻഡ് മെർക്കുറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ കുറേ പേർക്ക് പ്രാക്ടിക്കൽ പ്ലാൻ ഇല്ല. നിങ്ങൾക്ക് കുറേ സ്വപ്നമുണ്ട്, ഡ്രീംസ് ഉണ്ട്. പക്ഷെ എത്ര പേർക്ക് ഒരു 1 year പ്ലാൻ ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ സാധിക്കും. ഞാൻ ഹീലിങ്ങിന് വരുമ്പോൾ കുറച്ച് ടാസ്കിൽ ഒരു 1 year പ്ലാൻ എഴുതാനൊക്കെ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടില്ല. ചിലവർ പറയും, അയ്യോ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്. അല്ലെങ്കിൽ ചിലർ പറയും എനിക്ക് കുറേ പ്രോബ്ലംസ്. അപ്പോൾ ഞാൻ പറയും എഴുതൂ, നിങ്ങൾ പ്രോബ്ലംസ് എഴുതൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്ലയൻറ്റിന് എഴുതാൻ പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ എന്താ പെട്ടെന്ന് എഴുതുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ പ്രോബ്ലമാണ് ഉള്ളതെന്ന് പറഞ്ഞത്. ക്യാൻസൽ ഉണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്ന് എഴുതാൻ കിട്ടുന്നില്ല. നമ്മുടെ ചിന്താഗതി, നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പ്രോബ്ലംസിലേക്ക് നമുക്ക് അതിനൊക്കെ കൂടുതൽ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും. സോ നമ്മുടെ ചിന്താഗതിയാണ് മെയിൻ പ്രശ്നം. ചിന്താഗതി മാറ്റുന്നതാണ് ഈ സബ് കോൺഷ്യസ് റീപ്രോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫെയറി ക്ലൈമാക്സ് അപ്രോച്ചസ് ആണ്. അപ്പോൾ ഫെയറിയുടെ ക്ലൈമാക്സ് വരുന്നുണ്ട്. ഒരു പ്രാക്ടിക്കൽ പ്ലാൻസ്, എപ്പോഴും ഒരു 1 year പ്ലാൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു 5 year പ്ലാനൊക്കെ എഴുതി വെച്ചിട്ട് അതിലേക്ക് എന്നും വിഷ്വലൈസേഷൻ ചെയ്യുക, ഗോൾ ഓറിയൻറ്റഡായിട്ട് വർക്ക് ചെയ്യുക. അല്ലാതെ വെറുതെ അനാവശ്യമായിട്ടുള്ള എനർജി മറ്റുള്ളവർ എടുക്കാനോ ലീക്ക് ആവാനോ നിൽക്കാതെ നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസിലൂടെ പോവുക. മീൻസ് നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ എന്നെയും ഇന്നത്തെ എന്നെയും നമ്മൾ കോമ്പീറ്റ് ചെയ്യുക, അല്ലാതെ വേറൊരാളെ നോക്കി കോമ്പീറ്റ് ചെയ്യരുത്. നമുക്ക് ലൈഫിൽ വേണ്ട സമയത്താണ് ആ കാര്യങ്ങൾ കിട്ടുക. അവർക്ക് കിട്ടിയെന്ന് കരുതി എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അങ്ങനെയും ചില വരാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് ജോലി കിട്ടി, എനിക്ക് കിട്ടിയില്ല, അതാ വിഷമം. ഇവർക്ക് ജോലി കിട്ടേണ്ടതിൻ്റെ ഒരു ഇതല്ല, അവർ ആഗ്രഹിച്ച ജോലി ആയിരിക്കില്ല, പക്ഷെ ഫ്രണ്ട്സിന് കിട്ടിയ എനിക്ക് കിട്ടിയില്ല, ആ ഒരു കമ്പാരിസൺ. അപ്പോൾ അതിലൊരു വലിയ കാര്യമില്ല, മനസ്സിലായോ? നിങ്ങൾ ഭാഗത്ത് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ട് കിട്ടും. നിങ്ങളുടെ എനർജി ലോ ഒരു സാധനം കിട്ടുന്നില്ലെങ്കിൽ എനർജി ലോ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഹൈ വൈബ്രേഷനിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് വോക്കൊക്കെ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് വോക്കിൻ്റെ വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടുള്ള സമയം കിട്ടുന്നില്ലല്ലോ. ഗ്രാറ്റിറ്റ്യൂഡ് വോക്കൊന്നുമില്ല, നമ്മൾ നടക്കുക. 1 hour നടക്കുന്ന സമയം നന്നായിട്ട് ബ്ലെസ്സിങ്സ്, നമ്മുടെ ലൈഫിൽ കിട്ടിയ ഓരോ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാം. ലൈഫ് താങ്ക് യു യൂണിവേഴ്സ്, എനിക്കിത് ഈ ഒരു കാര്യമുള്ളത് നന്ദി. താങ്ക് യു, എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ബോഡിയുടെ നന്ദി. സംസാരിക്കുന്ന വാക്ക് മീൻസ് നമ്മുടെ നാവും സംസാരിക്കാൻ സ്പീച്ചൊക്കെ ഉള്ളത് നന്ദി. കുറേ പേർക്ക് സംസാരിക്കാൻ പറ്റാത്തവരുണ്ടല്ലോ. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കും, ബ്ലെസ്സിങ്സ്. അതൊക്കെ ഓരോന്ന് കണ്ടുപിടിച്ച് നന്ദി പറഞ്ഞ് നടക്കുക. താങ്ക് യു. കൂടുതൽ പ്രകൃതി രമണീയമായ സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ, പാടങ്ങൾ അല്ലെങ്കിൽ ബീച്ച് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഒന്നുകൂടി വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നല്ല വൈബ്രേഷൻസ്, നല്ല വിൻഡൊക്കെ ആയിരിക്കുമല്ലോ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പം എന്നും ഗ്രാറ്റിറ്റ്യൂഡ് വോക്കൊക്കെ ചെയ്യാൻ അധികം നടക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിൻ്റെ പറമ്പിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുമ്പോൾ തന്നെ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡോടെ ജീവിക്കുക. ഗ്രാറ്റിറ്റ്യൂഡോടെ ജീവിച്ചില്ലെങ്കിൽ ഈ പൈസ എന്തായാലും തന്നതും യൂണിവേഴ്സ് തന്നെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തു കൊണ്ടുപോകാനും യൂണിവേഴ്സിനെ അറിയാം. സോ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും കാണിക്കാം. ആരും വലുതും അല്ല, ആരും ചെറുതല്ല. ആ ഒരു വൈബ്രേഷൻസ് എപ്പോഴും നിങ്ങളെല്ലാവരും ഒരുപോലെ കാണാൻ പഠിക്കുക കേട്ടോ. സോ അതാണ് മൂണോളജി പറയുന്നത്. പാസ്റ്റ് ഹോൾഡ് ചെയ്യരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ടൈം ടു ഗീവ് റേദർ ദാൻ ടേക്ക് ആൻഡ് ന്യൂ മൂൺ ഇൻ വിർഗു ആണ്. ഇതിൽ ടോറസ് ആണ്. ഇപ്പോൾ ടോറസ് ആണല്ലോ വന്നത്. ടോറസ് ഫുൾ മൂൺ കാണിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ടോറസ് തന്നെയാണ്, ഫുൾ മൂൺ ഇൻ ടോറസ്. അപ്പോൾ പ്രാക്ടിക്കൽ പ്ലാൻസൊക്കെ നിങ്ങൾ ഗോൾ ഓറിയൻറ്റഡ് ഒക്കെ സെറ്റ് ചെയ്യുക. ഇന്നൊക്കെ ഇരുന്ന് സെറ്റ് ചെയ്യുക, അതിന് വർക്ക് ചെയ്യുക. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് ഗോൾസിന്. നിങ്ങൾക്ക് സോൾ പർപ്പസ് അറിയുന്നില്ലെങ്കിൽ, ലൈഫ് പർപ്പസ് അറിയുന്നില്ലെങ്കിൽ ലൈഫ് പർപ്പസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനും ചെറിയൊരു പേയ്മെൻറ്റ് വാങ്ങുന്നതായിരിക്കണം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സോൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും, ഹീലിംഗ്, ഞാനിവിടെ ചെയ്യുന്നത് ടാരോ ആൻഡ് ഹീലിങ്സ്, ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, സബ് കോൺഷ്യസ് ഹീലിങ്സ് ആണ്, ഹീലറാണ്. റെയ്ക്കി ക്ലാസ്സസ് ഒന്നും ഞാൻ എടുക്കുന്നത്, റെയ്ക്കി ഞാൻ പഠിച്ചിട്ടില്ല. മീൻസ് 1 ലെവലൊക്കെ തന്നെ പോയിട്ടുള്ളൂ. റെയ്ക്കി അല്ല, ഞാൻ ടാരോ ആൻഡ് ഹീലിങ്ങിലാണ്. ഒന്നുകൂടി സൈക്കോളജി അല്ലെങ്കിൽ മെഡിസിൻ ആയതുകൊണ്ടും കുറച്ച് ആ ഒരു ലെവലിലേക്കാണ് എനിക്കൊന്നുകൂടി ഇൻട്രസ്റ്റ് കേട്ടോ.
ഇനിയിപ്പോൾ ഞാൻ ആകാശ റെക്കോർഡ്സിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ക്ലാസ്സസ് എടുക്കാം. എന്നോടൊരു ആൾ ചോദിച്ചിരുന്നു ആകാശ റെക്കോർഡ്സ് എടുക്കുമോ റേക്കി എടുക്കുമോ. അപ്പോൾ ഓരോന്നിനും സമയമാവുള്ളവർക്ക് പഠിക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ടാരോ കോൺടാക്റ്റ് ചെയ്യാം. ടെലഗ്രാമിലാണ് ക്ലാസ്സസ് ഉണ്ടായിരിക്കാം. ദെൻ ഇതുപോലെ ഹീലിങ്സ് വേണമെങ്കിൽ ഇന്നർ ചൈൽഡ് വൂൺസ് ദയവച്ച് നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ഈ ഒരു ദേഷ്യം വെച്ച് നിങ്ങൾ കുട്ടികളോട് പെരുമാറും. അപ്പോൾ അവരുടെ ഇന്നർ ചൈൽഡും വൂൺസ് ആയിരിക്കും. മനസ്സിലായോ? ആ കുട്ടികൾ ഇനി വലുതാവുമ്പോഴാണ് അവർക്കൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് എക്സ്പോസ് ചെയ്ത് വരിക. അപ്പോൾ പിന്നെ അവരുടെ ലൈഫിൽ പ്രശ്നം വരും. അങ്ങനെയാണ് കുറേ സൂയിസൈഡ്സ് ഒക്കെ വരുന്നത്. കാരണം ഈഗോ കൂടി നിൽക്കും അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പാരൻസിന് അങ്ങനെ ഇന്ന ചൈൽഡ് ബുദ്ധിമുട്ടുണ്ട്, ഹസ്ബൻഡിലേക്ക് ആ ഒരു എനർജി പോകുന്നു, അവരെ ചീത്ത പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ നമ്മുടെ ഈ വൂൺസ് ഓരോ ആൾക്കാരുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം ആണ്. അത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ആവശ്യം. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഹീൽ. ഓക്കെ, സോ താങ്ക് യു.